എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പൊക്കുന്നത് ആദിമകാലം മുതൽ മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പ്രാചീന വെപ്പണായ അമ്പും വില്ലിനെയും പറ്റിയാണ്. പൗരാണിക കാലം മുതൽ ഇന്ത്യയിൽ ഉപയോഗിച്ചു വന്ന ഒരു ആയുധമാണ് അമ്പും വില്ലും. മഹാഭാരതത്തിലും രാമായണത്തിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ധനുർവേദത്തിലും പലതരം അമ്പും വില്ലിനെയും പറ്റി പ്രതിപാദിച്ചു കാണുന്നു. 4 BC മുതൽ 12 AD വരെ തെക്കേ ഇന്ത്യ ഭരിച്ചിരുന്ന രാജവംശം ആണ് ചേര രാജവംശം. ഇവർ മലബാറിൽ തീയർ എന്നും തുളുനാട്ടിൽ ബില്ലവർ എന്നും അറിയപ്പെട്ടു. ബില്ലവർ എന്ന വാക്ക് ഉണ്ടായത് വില്ല് എന്ന ദ്രാവിഡ വാക്കിൽ നിന്നാണ്. ചേര രാജാവായിരുന്ന കുലശേഖര ആൾവാർ അറിയപ്പെട്ടിരുന്നത് ബില്ലവർ കോൻ എന്നാണ്. ചേരന്മാരുടെ റോയിൽ എമ്പളും അമ്പും വില്ലുമാണ്. പുരാണങ്ങളിൽ സാരംഗി, പിനാകം, കൊദണ്ഡം, ഗാണ്ഡിവം, വിജയം എന്നിങ്ങനെ പല ധനുസുകളെയും അതിന്റെ സവിശേഷതകളും പറയുന്നു. കേരളത്തിലെ ആദിവാസി സമൂഹങ്ങളായ കുറിച്യർ, കരിമ്പാലർ, കാണിക്കാർ, കാട്ടുനാക്കർ, മലയരന്മാർ എന്നിവരെല്ലാം അമ്പും വില്ലിലും അതീവ നൈപുണ്യമുള്ളവരാണ്. ധനുർവേദത്തിൽ അമ്പിനെയും വില്ലിനെയും പറ്റിയും അത് പ്രയോഗിക്കുമ്പോൾ നിൽക്കുന്ന നിലകളും പ്രയോഗിക്കേണ്ട രീതികളും എല്ലാം വളരെ വിശദമായി തന്നെ പറഞ്ഞു പൊക്കുന്നു. നമ്മുടെ പൂർവികർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പഴയ കാല വില്ലനെയും അമ്പിനെയും പരിചയപ്പെടാം. ഇത് ഒരു വില്ലാണ്. ഇത് വളരെ പഴക്കം ചെന്ന ഒരു അമ്പും വില്ലുമാണ്. ഇത് ഒരു പഴയൊരു തറവാട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇത് പഴയകാലത്ത് യുദ്ധത്തിനും അതേപോലെ തന്നെ കളരിന്റെ ഭാഗമായിട്ടുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും വേട്ടയാടാനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു അമ്പും വില്ലുമാണ്. ഇത് ശരിക്കും ഇതൊരു മൾട്ടിപർപ്പസ് സാധനമാണ്. ഇത് നമുക്ക് ഒരേ സമയം നെടുവടിയായിട്ടും കുത്തി നടക്കാനും അതേപോലെ കുണ്ടും പോലെ കുത്താനും ഒക്കെ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതൊരു കണ്ടാൽ തന്നെ അറിയാം. ഇത് വില്ലിന്റെ പിടിക്കുന്ന ഭാഗമാണ്. ഇത് അതിന്റെ ഞാണാണ്. ഈ ഞാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ മുള കൊണ്ട് തന്നെ. ഇതിന്റെ പിടിക്കുന്ന ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് മുള കൊണ്ടാണ്. അതേപോലെ തന്നെ ഇതിന്റെ ഞാണും ഉണ്ടാക്കിയിരിക്കുന്നത് മുള കൊണ്ടാണ്. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ ഇപ്പോൾ ഉള്ള വില്ലുകളിൽ ഉപയോഗിക്കുന്നത് പോലെയുള്ള ത്രെഡ് കൊണ്ടല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതും ഈ മുളയുടെ ഭാഗം കൊണ്ട് തന്നെയാണ് ഈ വില്ല് ഉണ്ടാക്കിയത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരേ സമയം ഇത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് തന്നെ ഒരു വലി കൊണ്ട് തന്നെ ഇത് വില്ലിന്റെ ഷേപ്പിലേക്ക് മാറുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ രണ്ട് രീതിയിലും നമുക്ക് ഇതിനെ പഴയ രീതിയിലേക്ക് ആക്കാനും ഒരു നെടുവടീന്റെ പോലെ നമ്മൾ കളരിയിലെടുക്കുന്ന നെടുവടീന്റെ ഇതിൽ ഉപയോഗിക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുത്തി ഒന്ന് വളച്ചാൽ ഒരു വില്ലിന്റെ ഷേപ്പിലേക്ക് വരുന്നതും കാണും. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ശരിക്കും ഈ നൂല് കൊണ്ടല്ല ഇത് ബന്ധിച്ചുകൊണ്ടിരുന്നത്. ഇതേപോലെ ഉണ്ടായിരുന്ന മുളയന്റെ ചെറിയ ചീള് കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഞാണും ഉണ്ടാക്കിയിരുന്നത്. ഇപ്പം നമ്മൾ ഇപ്പം കിട്ടുന്ന വില്ലുകൾക്കെല്ലാം ഈ ഞാണ് ശരിക്കും ത്രെഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് പഴയ കാലത്ത് ട്രൈബൽ ആയിട്ട് ആദിവാസികളുടെ കയ്യിലുണ്ടായിരുന്ന രീതിയിൽ ഉപയോഗിക്കുമ്പോൾ ഇത് ശരിക്കും മുളയിൽ തന്നെയാണ്. ഇതിന്റെ വില്ലുകളും ഇതിന്റെ അമ്പുകൾ നോക്കിയാലും കാണാം. അമ്പുകളും ഇതേപോലെ തന്നെ മുളയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കത്തിയമ്പ് മോഡലാണ്. ഇതേപോലെ തന്നെ ഈ തൂവല് അറ്റത്ത് വെക്കുന്ന രീതിയുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ലോക്കലായിട്ട് നമ്മുടെ ഇവിടെങ്ങളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണ്ടുകാലത്തെ അമ്പിന് ആ തൂവല് വെക്കുന്ന രീതിയില്ല. സാധാരണ ഇതിന്റെ അറ്റത്ത് ഇരുമ്പിന്റെ കഷ്ണം വെച്ചുപിടിപ്പിച്ചാണ് കത്തിയമ്പ്. പ്രണവോ ധനു ശരോ ഹി ആത്മ ബ്രഹ്മതലലക്ഷ്യം ഉച്യതേ അപ്രമത്തേന വേദവ്യം ശരവ തന്മയോ ഭവേത്. ഓം എന്ന അക്ഷരം വില്ലാണ്, ആത്മാവ് അമ്പാണ്, ബ്രഹ്മമാണ് ലക്ഷ്യം. ഒരാൾ അതിൽ കൃത്യമായി അമ്പ് കൊള്ളിച്ച് ലക്ഷ്യത്തോട് ചേരണം. മണ്ഡൂക ഉപനിഷത്തിൽ നിന്നുള്ള ഈ ശ്ലോകം അമ്പേത്തിന്റെ ആത്മീയ വശത്തെ എടുത്തുകാണിക്കുന്നു. വില്ലിനെ സ്വത്വത്തിനും അമ്പിനെ മനസ്സിനും ലക്ഷ്യത്തെ ആത്യന്തിക യാഥാർത്ഥ്യത്തിനും തുല്യമാക്കുന്നു. ജപ്പാൻകാരുടെ ക്യൂഡോയും ചൈനക്കാരുടെ ഷെഡവും മംഗോളിയക്കാരുടെ കാൽക്ക കറുവ കൊറിയക്കാരുടെ ഗുണ്ടോ പോലെയും നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു വിദ്യ ആണ് ധനുർവിദ്യ. അത് നമ്മുടെ പാരമ്പര്യവും പൈതൃകവുമായി കണ്ട് നമ്മൾ വീണ്ടെടുക്കണം.
അർജുനനെയും ഏകലവ്യനെയും കർണനെയും ഭീഷ്മരെയും അശ്വത്ഥാമാവിനെയും ദ്രോണാചാര്യരെയും രാമനെയും ലക്ഷ്മണനെയും പോലെ ശ്രേഷ്ഠമായ ധനുർധാരികൾ രചിച്ച ഭാരത ചരിത്രത്തിലെ അതിവിപുലമായ വിദ്യ ആയ ധനുർവിദ്യ നമ്മുടെ പുതുതലമുറ അറിയാതെ പോകരുത്.